ഞായറാഴ്ച ആയപ്പോൾ തന്നെ എല്ലാവർക്കും ഇന്ന് ഇവിടെ നോമ്പറക്കാൻ കൂടാന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരെയും അങ്ങ് വിളിച്ചും ചെയ്ത് പിന്നെ പരിപാടി അങ്ങ് തുടങ്ങല്ലേ. അപ്പോൾ സമൂസയും പഴം കട്ട്ലേറ്റും പിന്നെ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് സമൂസേൻ്റെ ഷീറ്റിൽ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഡ്രിങ്ക് ആയിട്ടുണ്ടായിരുന്നത് പൈനാപ്പിൾ ജ്യൂസാണ്. ഈ പൈനാപ്പിൾ കട്ട് ചെയ്യണതും അത് ജ്യൂസ് അടിക്കുന്നതും വലിയ മെനക്കേടായിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല. പക്ഷെ മെനക്കേടാണത്. അപ്പോഴത്തിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ പൊരിക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ബിരിയാണി ദം ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ നോമ്പിൻ്റെ മെയിനായിട്ടുള്ള ഘടകമാണല്ലോ ഫ്രൂട്ട്സ് പറയണത്. ബാക്കിയുള്ള സമയത്തൊന്നും ഇതിനാരും മൈൻഡ് ചെയ്തില്ലെങ്കിലും നോമ്പിൻ്റെ സമയത്ത് തേടി പിടിച്ച് കണ്ടെത്തുന്ന ഒരു സാധനമാണ് ഈ വത്തയ്ക്ക്, അതുപോലെ തന്നെ പപ്പായയും പൈനാപ്പിളൊക്കെ. എന്തായാലും മുറിച്ചപ്പോത്തിന് ഇരയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി നമ്മൾ ബാങ്ക് കൊടുക്കാനായപ്പോൾ തന്നെ എല്ലാം അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കാൻ തുടങ്ങി. കുറച്ച് പായൊക്കെ ഇട്ട് നിലത്തും വെച്ച് പിന്നെ ബാക്കിയൊക്കെ ടേബിളിലും വെച്ച് അങ്ങനെ എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് മക്കളും വലിയ ആൾക്കാരൊക്കെ ഇരുന്ന് നോമ്പുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമല്ലേ. ഈ നോമ്പറിൻ്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ ബന്ധങ്ങൾ പുലർത്തുക എന്നുള്ളതാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കൂടി വന്നാൽ തന്നെ ഒരു ജഗബോഗാണല്ലോ. തെസ്സിയും ഐനൂസും ഷിഫയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് നല്ല അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നെ വീടൊരു അങ്കക്കളായിരുന്നു. മക്കളെല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ജഗബോഗ ആണല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോത്തിന് പിന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങ് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന് നല്ല ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ 15ാമത്തെ നോമ്പും നല്ല അടിപൊളിയായിട്ടുണ്ട്. ചൂട് കുറച്ച് കൂടുതലാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവരും ഹെൽത്തി ആയി നിൽക്കുക.